നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 13 ചൊവ്വാഴ്ചയാണ്. ഇന്ത്യൻ വിപണിയിലേക്ക് വരാം. ഇന്നലെ നല്ലൊരു തിരിച്ചുവരവിന് സാക്ഷ്യം വഹിച്ച ദിവസം തന്നെയായിരുന്നു. ഇന്നലെ 25,473 എന്ന ലോ ഹിറ്റ് ചെയ്ത നിഫ്റ്റി പിന്നീട് ഉച്ചയ്ക്ക് മുൻപ് തന്നെ നല്ല റിക്കവറി നടത്തി 25,790 ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ഇന്ന് നിഫ്റ്റിയിൽ നല്ലൊരു പോസിറ്റീവ് ഓപ്പണിങ്ങിന് തന്നെയാണ് സാധ്യതയുള്ളത്. എല്ലാ കാര്യങ്ങളിലേക്കും വരാം. ആദ്യം നമ്മുടെ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി പ്രധാനപ്പെട്ട IT കമ്പനികളുടെ റിസൾട്ടുകൾ ഇന്നലെ പുറത്തു വന്നിരുന്നു. ഈ കമ്പനികളുടെ റിസൾട്ടുകളെ കുറിച്ചാണ് പറയുന്നത്. ലേബർ കോഡുകളുമായി ബന്ധപ്പെട്ട ഒറ്റത്തവണ വ്യവസ്ഥകൾ TCSന്റെയും HCL ടെക്നോളജീസിന്റെയും മൂന്നാം പാദ ലാഭക്ഷമതയെ ബാധിച്ചിരിക്കുന്നു. വരുമാന വളർച്ച ക്രമേണ വീണ്ടെടുക്കൽ കാണിച്ചു, പക്ഷേ ലാഭം കുറയുകയുണ്ടായി. രണ്ട് കമ്പനികളും സ്ട്രീറ്റ് അഥവാ ബ്ലൂംബർഗ് എസ്റ്റിമേറ്റുകൾക്ക് താഴെയായിട്ടാണ് റിസൾട്ടുകൾ പുറത്തു വന്നത്. TCSന്റെ ഈ പാദത്തിലെ അറ്റാദായം 11.74% കുറഞ്ഞ് 10,657 കോടി രൂപയിലെത്തി. HCL ടെക്നോളജീസിന്റെ പാദത്തിലെ അറ്റാദായം 3.75% കുറഞ്ഞ് 4,076 കോടി രൂപയിലുമെത്തി. US ലിസ്റ്റ് ചെയ്തിരിക്കുന്ന IT ADR സ്റ്റോക്കുകളുടെ ഇന്നലത്തെ ഒരു പെർഫോമൻസ് ഏറെക്കുറെ സമ്മിശ്രമായിരുന്നു. ഇനി ഈ വാർത്തയും കൂടി നോക്കുകയാണെങ്കിൽ സ്ലൈറ്റ്ലി നെഗറ്റീവ് അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ആയിരിക്കും ഇന്ന് ഈ സ്റ്റോക്കുകളിൽ ഉണ്ടാവാൻ സാധ്യതയുള്ളത്. അടുത്തതായി ഇന്ത്യയും US തമ്മിലുള്ള വ്യാപാര ചർച്ചകളുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. പുതിയ US അംബാസിഡർ സെർജിയോ ഗോർ ഡൽഹിയിൽ സ്ഥാനമേറ്റു. ഇന്ത്യയും US തമ്മിലുള്ള വ്യാപാര ചർച്ചകൾ പുനരാരംഭിക്കുകയും ചർച്ചകൾ ഇന്ന് ചൊവ്വാഴ്ച നടക്കുമെന്നും ഗോർ പറഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രസ്താവന ഉഭയകക്ഷി വ്യാപാര കരാറിനെ കുറിച്ചുള്ള പ്രതീക്ഷകളെ പുനരുജ്ജീവിപ്പിച്ചു. മോദിയും ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ച ഇല്ലാത്തതിനാൽ കരാർ പരാജയപ്പെട്ടുവെന്ന US വാണിജ്യ സെക്രട്ടറി ഹോവാർഡ് ലുട്നിക്കിന്റെ അവകാശവാദത്തിന് ശേഷമാണിത്. ഈ ഒരു വ്യാപാര ശുഭാപ്തി വിശ്വാസം കൂടി കാരണമാണ് ഇപ്പോൾ വിപണികൾ പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ കാരണമായത്. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാർത്ത കൂടി ഇന്നലെ പുറത്തു വന്നിരുന്നത് ഇന്ത്യയുടെ CPI ഇൻഫ്ലേഷൻ ഡാറ്റയായിരുന്നു. 2025 ഡിസംബറിൽ തുടർച്ചയായിട്ടുള്ള 7ാമത്തെ മാസവും ചില്ലറ ഭക്ഷ്യ പണപ്പെരുപ്പം നെഗറ്റീവിൽ തുടരുന്നു. -2.71% എന്ന വാർഷിക നിരക്കിലാണുള്ളത്. എന്നാൽ നവംബറിൽ ഭക്ഷ്യ പണപ്പെരുപ്പം -3.91% എന്ന താഴ്ന്ന നിരക്കിലായിരുന്നു. അവിടെ നിന്നും ഒരു വർധനമാണ് ഇപ്പോൾ ഡിസംബറിൽ എത്തുമ്പോൾ കാണുന്നത്. ഇന്ത്യയുടെ കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ 1.33% പുറത്തു വന്നിരുന്നത്. ഡിസംബറിൽ അത് 0.71% മാത്രമായിരുന്നു. CPI ഇൻഫ്ലേഷനിൽ ഒരു വർധനമുണ്ടായിട്ടുണ്ടെങ്കിലും എക്കണോമിസ്റ്റുകളുടെ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് 1.5% അതിലും കുറവായിട്ടാണ് ഇപ്പോൾ CPI ഇൻഫ്ലേഷൻ ഡാറ്റ പുറത്തു വന്നിരിക്കുന്നത്. പോസിറ്റീവായി തന്നെ കാണാം. ഇനി മ്യൂച്വൽ ഫണ്ടുമായി ബന്ധപ്പെട്ട ചെറിയൊരു ക്ലിപ്പ് കാണാം. മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ? ചിട്ടികളിലോ ബാങ്ക് നിക്ഷേപങ്ങളിലോ പണം ഇടുന്നതിനേക്കാൾ മികച്ച ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനാണ് മ്യൂച്വൽ ഫണ്ടുകൾ നിങ്ങൾക്ക് നൽകുന്നത്. ദീർഘകാല സമ്പത്ത് സൃഷ്ടിക്കാൻ മ്യൂച്വൽ ഫണ്ടുകൾ മികച്ച ഒരു മാർഗമാണ്. അത് SIP വഴിയും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെന്റായും ഒക്കെ ചെയ്യാവുന്നതാണ്. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം ആരംഭിക്കാൻ NISM സർട്ടിഫൈഡ് ARN ലൈസൻസ് ഉള്ളതുമായ ഒരു മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറുടെ സഹായം ഇനി നിങ്ങൾക്ക് ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കും നിക്ഷേപം ആരംഭിക്കാനും സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഒന്ന് ബന്ധപ്പെടുക. ഇനി ഗ്ലോബൽ മാർക്കറ്റുകളിൽ ആദ്യം US മാർക്കറ്റുകൾ. ഫെഡറൽ റിസർവ് ചെയർമാൻ ജെറോം പവലിനെതിരായ US നീതിന്യായ വകുപ്പിന്റെ ക്രിമിനൽ അന്വേഷണത്തെക്കുറിച്ചുള്ള ആശങ്കകൾ നിക്ഷേപകർ തള്ളിക്കളഞ്ഞതോടെ ടെക്നോളജി കമ്പനികൾ കൂടാതെ റീറ്റെയിൽ വാൾമാർട്ട് ഓഹരികളും നേട്ടമുണ്ടാക്കി. തിങ്കളാഴ്ച S&P 500ഉം ഡൗ ജോൺസും റെക്കോർഡ് ക്ലോസിംഗ് ആണ് രേഖപ്പെടുത്തിയത്. വാൾമാർട്ട് ഇന്നലെ 3% നേട്ടമുണ്ടാക്കിയതോടെയാണ് S&P 500 റെക്കോർഡ് ഹൈ ടച്ച് ചെയ്തത്. കൂടാതെ അവിടെ സെക്ടറുകളിൽ ഗെയിൻ ഉണ്ടാക്കിയത് കൺസ്യൂമർ സ്റ്റാപ്പിൾസ് ആയിരുന്നു. 1.4% ഉയർന്നു. ഇനി ഇന്നലെ S&P 500ൽ ഫിനാൻഷ്യൽ സ്റ്റോക്കുകൾ 0.8% ഇടിവാണ് ഉണ്ടാക്കിയത്. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കിക്കഴിഞ്ഞാൽ ഇൻഫോസിസ് 0.22% ഇടിഞ്ഞു. വിപ്രോ 1.4% നേട്ടമുണ്ടാക്കി. ബാങ്കിങ് സൈഡിൽ ICICI ബാങ്ക് 1.76% നേട്ടമുണ്ടാക്കിയപ്പോൾ HDFC ബാങ്ക് 1.27% ഉയർന്നു. ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസ് 0.5% നേട്ടവും ഉണ്ടാക്കി. അടുത്തതായി ഏഷ്യൻ വിപണിയിലേക്ക്. ഒരു ഹോളിഡേക്ക് ശേഷം ഓപ്പൺ ചെയ്യുന്ന ജപ്പാൻ മാർക്കറ്റ് നിക്കി 225 ഇന്ന് ഏകദേശം 3.5% നേട്ടത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. മറ്റു മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ കോസ്പി മാർക്കറ്റ് 1% നേട്ടത്തിൽ. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 25,920 എന്ന നിലയിൽ 61 പോയിന്റ്സ് ഉയർന്നാണ് ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഇന്ത്യൻ സമയം 6 മണി കഴിഞ്ഞ് 55 മിനിറ്റാണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ ഏകദേശം 120 മുതൽ 130 പോയിന്റ്സിൻ്റെയൊക്കെ ഒരു ഗ്യാപ്പ് ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. അടുത്തതായി ഗോൾഡ് പ്രൈസിലേക്കാണ്.
ഗോൾഡ് പ്രൈസുകൾ ഇന്നലെ നല്ല നേട്ടമുണ്ടാക്കി. സ്പോട്ട് ഗോൾഡ് 2.2% നേട്ടത്തിലാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. കേരളത്തിലെ ഗോൾഡ് പ്രൈസ് ഇന്നലെ പവന് 1,04,240 എന്ന നിലയിൽ ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്ക് തന്നെയാണിത്. ക്രിപ്റ്റോ കറൻസിയിലേക്ക് വന്നാൽ ബിറ്റ്കോയിൻ $91,000 ട്രേഡ് ചെയ്യുന്നത്. ഇറാനുമായി വ്യാപാരത്തിൽ ഏർപ്പെടുന്ന രാജ്യങ്ങൾക്ക് 25% തീരുവ ഏർപ്പെടുത്തും എന്ന് ഡൊണാൾഡ് ട്രംപ് ഭീഷണിപ്പെടുത്തിയതും മറ്റ് ഇപ്പോഴത്തെ ഗ്ലോബൽ ക്രൈസിസും കാരണം ഇന്നലെ ഓയിൽ പ്രൈസുകൾ വീണ്ടും 1% നേട്ടമുണ്ടാക്കി. ആർക്കെങ്കിലും ഇനി നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ 1,299 രൂപയ്ക്ക് 3 മാസത്തേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ തൊട്ട് മുകളിലെ വാട്സാപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി ബിഗിനേഴ്സിനായിട്ട് ഇപ്പോൾ നമ്മൾ ആരംഭിച്ചിരിക്കുന്ന വീഡിയോ സീരീസിനെ കുറിച്ച് പറയാം. നിരവധി സ്ട്രാറ്റജികൾ അടങ്ങിയിരിക്കുന്ന വീഡിയോസും കൂടാതെ ട്രേഡിംഗ് കൂടുതൽ എളുപ്പമാക്കാൻ വേണ്ടി AI പ്രോംപ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ധാരാളം വീഡിയോസ് നമ്മളിപ്പോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും അത്തരത്തിൽ ആ ഡീറ്റെയിൽസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോസ് കാണാവുന്നതാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് നമ്മൾ നൽകുന്നുണ്ട്. ഇനി ധാരാളം പ്രധാനപ്പെട്ട കമ്പനികളുടെ Q3 റിസൾട്ടുകൾ ഇന്നലെ പുറത്തു വന്നിരുന്നു. ആ റിസൾട്ടുകളിലേക്ക് വരാം. ആദ്യം TCS ടാറ്റ കൺസൾട്ടൻസി സർവീസസ് ആണ്. നെറ്റ് പ്രോഫിറ്റിൽ 13.9% ഇടിവ് രേഖപ്പെടുത്തിയെന്ന് നമ്മൾ പറഞ്ഞു. 10,657 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 4.9% വർധനമാണ് വന്നിരിക്കുന്നത്. എബിറ്റ 7.9% ആയി ഉയർന്നിരിക്കുന്നു. TCS ഇൻട്രിം ഡിവിഡൻഡായി 11 രൂപയും ഫൈനൽ ഡിവിഡൻഡായി 46 രൂപയുമാണ് പ്രഖ്യാപിച്ചത്. അടുത്തതായി HCL ടെക്നോളജീസ് എന്ന കമ്പനിയാണ്. പ്രോഫിറ്റിൽ 11.2% ഇടിവാണ് വന്നിരിക്കുന്നത്. 4,076 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 13.3% വർധനവ് വന്നിരിക്കുന്നു. 33,872 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. എബിറ്റയിൽ 8% വർധനവ് വന്ന് 6,285 കോടി രൂപയിലാണ് എബിറ്റ ഉള്ളത്. മറ്റൊരു കമ്പനി ആനന്ദ് രതി വെൽത്ത് ആണ്. നെറ്റ് പ്രോഫിറ്റിൽ 29.6% വർധനമാണ് വന്നിരിക്കുന്നത്. 99.77 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിലും വർധനവ് തന്നെയാണ്. 22.2% വർധനവ് വന്നു. 289.6 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്ത് GTPL ഹാത്വേ എന്ന സ്റ്റോക്ക്. നെറ്റ് പ്രോഫിറ്റിൽ 8.2% വർധനവ് വന്നു. 11 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 10.17 കോടി രൂപയായിരുന്നു ലാഭമായിട്ടുണ്ടായിരുന്നത്. അടുത്തതായി റവന്യൂവിൽ 5.1% വർധനവ് വന്നു. 932.6 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. മറ്റ് സ്റ്റോക്ക് ന്യൂസുകളിലേക്ക്. ആദ്യം ബയോകോൺ. ജനുവരി 12 QIP ആരംഭിക്കുന്നതിന് ബോർഡ് അംഗീകരിച്ചു. ഫ്ലോർ പ്രൈസായി നിശ്ചയിച്ചിരിക്കുന്ന 387.74 4,150 കോടി രൂപയാണ് ഇഷ്യൂ സൈസായിട്ട് വരുന്നത്. അടുത്ത് KP ഗ്രീൻ എഞ്ചിനീയറിംഗ് എന്ന കമ്പനി ഗുജറാത്ത് സർക്കാരുമായി KP ഗ്രൂപ്പ് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. 4,000 കോടി രൂപയുടേതാണ് പദ്ധതി. അടുത്ത് സിൽക്കൽ ലോജിസ്റ്റിക്സ് എന്ന കമ്പനിയാണ്. സൗത്ത് ഈസ്റ്റേൺ കോൾഫീൽഡിൽ നിന്ന് ഒരു ലെറ്റർ ഓഫ് ഓർഡർ കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നു. പദ്ധതി മൂല്യം 4,038 കോടി രൂപയാണ്. ഇനി ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ സമ്മൻ ക്യാപിറ്റൽ, സെയിൽ തുടങ്ങിയവയാണ്. അടുത്തതായി FIDA ആക്ടിവിറ്റിയിലേക്കാണ്. FIS വീണ്ടും സെല്ലിങ്ങിൽ തന്നെയായിരുന്നു ഇന്നലെയും ഉണ്ടായിരുന്നത്. FIS 3,638 കോടി രൂപയ്ക്ക് സെല്ല് ചെയ്തു. DIs ആവട്ടെ 5,839 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. ഇനി നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും നോക്കാം. 4 ദിവസത്തെ ഇടിവിന് ശേഷം നല്ല റിക്കവറിയാണ് നമുക്ക് നിഫ്റ്റിയിൽ ഇന്നലെ ലഭിച്ചത്. 25,790 107 പോയിന്റ്സ് ഉയർന്നാണ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. നിഫ്റ്റിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 25,473 എന്ന ലോ ടച്ച് ചെയ്തെങ്കിലും പിന്നീട് നല്ലൊരു റിക്കവറിയാണ് നമുക്ക് നിഫ്റ്റിയിൽ കാണാൻ കഴിഞ്ഞത്. ഏകദേശം 340 പോയിന്റ്സിൻ്റെ ഒരു റിക്കവറിയാണ് ഇൻട്രാഡേയിൽ നമുക്ക് ലഭിച്ചത്. കൂടാതെ നിഫ്റ്റി കഴിഞ്ഞ 5 ദിവസമായിട്ട് ഇടിയുകയായിരുന്നു. എന്നിട്ട് ആ ഒരു 2.5% ഇടിവിന് ശേഷമുള്ള നല്ലൊരു റിക്കവറി തന്നെയായിരുന്നു ലഭിച്ചത്. 100 ഡേ EMA റീക്ലെയിം ചെയ്യാൻ സാധിച്ചു. ഒരു പേഴ്സിംഗ് ലൈൻ കാൻഡിൽ സ്റ്റിക് പാറ്റേണിന് സമാനമായിട്ടുള്ള ഒരു കാൻഡിൽ സ്റ്റിക് പാറ്റേൺ ആണ് ഇപ്പോൾ ഫോം ആയിരിക്കുന്നത്. ഒരു ബുള്ളിഷ് റിവേഴ്സൽ പാറ്റേൺ ആയിട്ട് നമുക്കിതിനെ കാണാവുന്നതാണ്. ഇനി വരുന്ന ദിവസങ്ങളിലെ കാൻഡിലുകൾ കൂടി അതിന് ഒരു കൺഫർമേഷൻ തരുന്നുണ്ടോ എന്ന് നമ്മൾ പ്രത്യേകം നോക്കേണ്ടതുണ്ട്. ഇനി അപ്സൈഡിൽ പ്രധാനപ്പെട്ടതാവാൻ സാധ്യതയുള്ളത് 26,000 എന്ന സൈക്കോളജിക്കൽ ലെവൽ തന്നെയാണ്. ഈ 26,000 പ്രധാനപ്പെട്ടതാവാൻ മറ്റ് ചില കാരണങ്ങൾ കൂടി പറയാം. 20 ഡേ EMA ഉള്ളതും ബോളിഞ്ചർ ബാൻഡിന്റെ മിഡിൽ ലെവലുള്ളതും ഏകദേശം ഇതേ ലെവലിൽ തന്നെയാണ്. ഇനി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 25,900ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 25,700ഉമാണ്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വന്നാൽ 59,451 199 പോയിന്റ്സ് ഉയർന്നാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിട്ടുള്ളത്. നിഫ്റ്റിയുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് കാണാം. കൂടാതെ ഇന്നലെ 50 ഡേ EMAയിൽ ടച്ച് ചെയ്തതിന് ശേഷം നല്ല റിവേഴ്സൽ കൂടി ലഭിക്കുകയുണ്ടായി. പക്ഷേ ബാങ്ക് നിഫ്റ്റിക്ക് പ്രീവിയസ് ഡേ ഹൈക്ക് മുകളിലായിട്ട് ക്ലോസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല.
ഇപ്പോഴും ലോവർ ലോ സ്ട്രക്ചറാണ് ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ടുള്ള 5ാമത്തെ ദിവസവും ബാങ്ക് നിഫ്റ്റിയിൽ ഫോം ആയിക്കൊണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങൾ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു ചെറിയ വീക്ക്നെസ് തന്നെയാണ്. ഇനി ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 59,500 സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 59,000 നിഫ്റ്റിയെ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ ഷെയർ ചെയ്തത്. ഇനി ആർക്കെങ്കിലും പുതിയൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് നൽകിയിരിക്കുന്നത്. ഇനി നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിലാണ് ജോയിൻ ചെയ്യേണ്ടതെങ്കിൽ ഇപ്പോൾ തന്നെ തൊട്ട് മുകളിലെ വാട്സ്ആപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയക്കുക. ഇന്നിവിടെ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിലാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.